സ്നേഹിതരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 26 വരെയുള്ള വാക്യങ്ങളുടെ പഠനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ 27-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 27-ാമത്തെ വാക്യം പഠിക്കാനായി ആ വചനം നമുക്കൊന്ന് വായിക്കാം. ഒരു വാക്യമേ ഉള്ളൂ. എല്ലാവരും ഈ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 27-ാമത്തെ ഈ വാക്യം ഞാൻ ഒരു തലവാചകം കൊടുത്ത് സ്ക്രീനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ തലവാചകം ഇങ്ങനെയാണ്: ഈശോ സമാധാനം നൽകുന്നവൻ. ഈശോ ആരാണ്? സമാധാനം നൽകുന്നവനാണ്. എന്തുകൊണ്ടാണ് ഈശോ സമാധാനം നൽകുന്നവൻ എന്ന ഒരു ഹെഡിങ് ഈ വാക്യത്തിന്, 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിന് നൽകിയിരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ഈശോ ലോകത്തിന് നൽകിയ സമ്മാനമാണ് സമാധാനം അഥവാ പീസ് എന്നത്. ഷാലോം എന്ന് പറയാറില്ലേ നമ്മൾ? ഈ ലോകത്തിന് ദൈവം നൽകിയ, കർത്താവ് നൽകിയ സമ്മാനമാണ് സമാധാനം. അസ്വസ്ഥതയില്ലാത്ത അവസ്ഥ എന്നതിനേക്കാൾ രക്ഷാകരമായ അനുഭവമാണ് ഈശോ നൽകുന്ന സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണ നമ്മൾ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അസ്വസ്ഥതകളില്ലാത്ത ഒരവസ്ഥ എന്ന് പറയാറുണ്ട്, ഇല്ലേ? അത് മാനുഷികമായ നമ്മുടെ ഒരു ചിന്തയുടെ തലവാണത്. മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിൽ അച്ഛാ ഞാൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അസ്വസ്ഥതകളില്ലാത്ത അവസ്ഥ എന്നതിനേക്കാൾ ഉപരിയായി, തീർച്ചയായും അതുണ്ട് കേട്ടോ, അതിനേക്കാൾ ഉപരിയായി രക്ഷാകരമായ അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. ഈശോയിലുള്ള ജീവിതം നമുക്ക് നൽകുന്ന രക്ഷാകരമായ അനുഭവത്തെയാണ് സമാധാനം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഫലമായി മനുഷ്യന് നഷ്ടപ്പെട്ട സമാധാനം പുനഃസ്ഥാപിച്ചു നൽകുവാനാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ദൈവം തൻ്റെ ഏകജാതനായ യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? ചോദ്യന്യായമാണ് കേട്ടോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: പാപം വഴിയായി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ, അത് നൽകുന്ന സമാധാനം വീണ്ടും നൽകാൻ, പുനഃസ്ഥാപിക്കാൻ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവപിതാവ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാരണം അവൻ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം പുനഃസ്ഥാപിച്ച് നമുക്ക് നൽകണമെന്നും നമ്മളെല്ലാവരും അവൻ്റെ സമാധാനത്തിൽ ജീവിക്കുന്നവരാകണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയും ദൈവികമായ സമാധാനം ഞാനും നിങ്ങളും സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷാകരമായ അനുഭവമുള്ളവരായി ഞാനും നിങ്ങളും മാറുന്നത്. ഈ രക്ഷാകരമായ അനുഭവത്തെയാണ് സമാധാനമുള്ള ജീവിതം എന്ന് വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഈശോയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്, ബൈബിളിൽ നിന്ന് തന്നെയാണ്. ഈശോയുടെ ജനനവേളയിൽ
ലൂക്കാ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നില്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇത് സ്വർഗീയ സൈന്യം പാടിയ ഗാനമാണ്, കീർത്തനമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനവേളയിൽ തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്നും ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചു എന്ന് സ്വർഗീയ സൈന്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, ലോകത്തെ ഉണർത്തുന്ന കീർത്തനമാണ് ഈ 2 വാക്യങ്ങൾ. എന്ന് പറയുക, കർത്താവിൻ്റെ ജനനത്തോടുകൂടെ, വചനം മാംസമായി അവതരിച്ചതോടുകൂടെ, ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തതോടുകൂടെ 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്നാമത്തേത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടായി, കാരണം ദൈവം തന്നെയും മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, ദൈവകൃപ ലഭിച്ച ഭൂമിയിലുള്ളവർക്ക് സമാധാനം ലഭിച്ചു കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ലോകത്തോട് വിട പറയുമ്പോഴും ഈശോ നമുക്ക് നൽകിയിട്ട് പോയത് നിങ്ങൾക്ക് സമാധാനം എന്ന ആശംസയാണ്, അല്ലേ? ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്: കർത്താവിൻ്റെ ജനന സമയത്തും സമാധാനമാണ് ആശംസിക്കപ്പെട്ടത്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മരിച്ച് ഉയർത്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോഴും പറഞ്ഞിട്ട് പോയത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ജനനത്തോടുകൂടെയും കർത്താവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും നമുക്ക് ലഭിച്ചത് സമാധാനമാണ്. ഈ സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് രക്ഷാകരമായ ആത്മീയ അനുഭവം. അതിനെയാണ് സ്വർഗീയ ജീവിതം എന്ന് വിളിക്കുന്നത്. ഇപ്രകാരം ആന്തരികമായ ഒരു സമാധാനം അനുഭവിക്കാൻ പ്രിയ സഹോദര, സഹോദരി, ദൈവ പൈതലെ, നിനക്ക് സാധിക്കുന്നു എങ്കിൽ നീ സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗം എന്നുള്ളത് ഒരു സ്ഥലമല്ല, ഇതൊരവസ്ഥയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ, മരണം ആസന്നമായിരിക്കുന്നു എന്നറിഞ്ഞ് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 17-ാം വാക്യമാണ്. ആ വചനം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്കായി എഴുതിയിട്ടിട്ടുണ്ട്, കാണാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നാണ് കർത്താവ് തൻ്റെ മരണത്തിന് മുൻപായി, മരണത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയും കർത്താവ് പറഞ്ഞ വാക്യമാണത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. കർത്താവ് നൽകുന്ന ഈ സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ രക്ഷാകരമായ അനുഭവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും നിങ്ങൾക്ക് സമാധാനം എന്നാശംസിച്ചുകൊണ്ടാണ്. ആ വാക്യം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-21 വാക്കുകളാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, നിങ്ങൾക്ക് സമാധാനം. സഹോദരങ്ങളെ, ഈ സമാധാനം മിശിഹായുടെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ഫലമാണ്. എന്ന് പറഞ്ഞാൽ ദി എൻഡ് റിസൾട്ട് എന്ന് നമുക്ക് വേണേൽ വിളിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നമ്മൾ എന്തിനാ ഇത്രമാത്രം അധ്വാനിക്കുന്നേ? ഓവർ ടൈമും എക്സ്ട്രാ ടൈമും ഡബിൾ ഷിഫ്റ്റും മറ്റും ചെയ്ത് എന്തിനാ നമ്മളിങ്ങനെ അവശരാകുന്നേ? അതിൻ്റെ കാരണം എന്താ? അൾട്ടിമേറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണം, എനിക്കും എൻ്റെ കുടുംബത്തിനും സുസ്ഥിതി ഉണ്ടാകണമെന്നുള്ളതാണ് ആഗ്രഹം, ആവശ്യം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രമാത്രം പഠിക്കുന്നത്, ഇത്രമാത്രം അധ്വാനിക്കുന്നത്, ഇത്രമാത്രം ജോലി ചെയ്യുന്നത്, വിദേശങ്ങളിലേക്ക് പോകുന്നത്. എന്തൊക്കെ മുതൽ മുടക്കുകളാണ് നമ്മൾ നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, സമാധാനമുള്ള ഒരു ജീവിതം നയിക്കണം. ഈ സമാധാനം എങ്ങനെ കിട്ടുന്നു എന്നതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് നൽകുന്ന സമാധാനം സ്വീകരിക്കാതെ ഈ ലോകത്തിലെ പണം നിനക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ പുറകെ പോയാൽ എന്നെങ്കിലും നിനക്ക് സ്വസ്ഥത ഉണ്ടാവുമോ? ഈ ലോകം നിനക്ക് സമ്മാനിക്കുന്ന സുഖങ്ങളുടെ പുറകെ പോയാൽ എന്നെങ്കിലും നിനക്ക് സ്വസ്ഥത ഉണ്ടാവുമോ? ഒരു സുഖം തീരുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടു, വീണ്ടും അടുത്ത സുഖത്തിൻ്റെ പുറകെ പോകുന്നു.
കയ്യിലുള്ള ക്യാഷ് ഉള്ളിടത്തോളം കാലം സ്വസ്ഥതയുണ്ട്, കാശ് തീരുമ്പോൾ അസ്വസ്ഥനായി തീരുന്നു. എന്നാൽ കർത്താവ് നൽകുന്ന സമാധാനം നിത്യമായ സന്തോഷമാണ്. അതാണ് രക്ഷാകരം, അതാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ആത്യന്തികമായ ദൈവകൃപയിൽ, രക്ഷാകര പ്രവർത്തനത്തിൽ നമുക്ക് ലഭിച്ചിരുന്ന മിശിഹായുടെ സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി തീർത്ത മിശിഹായുടെ രക്ഷാകര പ്രവർത്തനത്തിലൂടെയാണ് ഈ സമാധാനം മനുഷ്യർക്ക് കൈവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി തീർത്തത് മിശിഹായുടെ രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെയാണ്. ആ പ്രവർത്തനം ഈ ലോകത്തിൽ തുടരാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് what is the necessity of my existence in the world? What is God's intention when He created me? ദൈവത്തിന് എല്ലാ സൃഷ്ടികളും നടത്തിയപ്പോൾ ഒരു നിയോഗം അതിൻ്റെ പുറകിൽ, ഒരു ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. പാപമോചനമാണ് അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടിസ്ഥാനമെന്ന് തിരിച്ചറിയുക. എന്ന് പറഞ്ഞാൽ നമുക്ക് അനുരഞ്ജനം ആവശ്യമുണ്ടെങ്കിൽ, സമാധാനം വേണമെന്നുണ്ടെങ്കിൽ പാപമോചനം സ്വീകരിക്കണം എന്നാണ് അർത്ഥം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ മിശിഹ, അല്ലേ? അങ്ങനെയാണ് സ്നാപക യോഹന്നാൻ ഈശോയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യമാണത്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി ദൈവം നൽകിയ സ്വന്തം കുഞ്ഞാടാണ്, ദൈവപുത്രനാണ്, ദൈവ പൈതലാണ് യേശു കർത്താവ്. അതുകൊണ്ട് തൻ്റെ വിടവാങ്ങൽ നിമിഷങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുവാൻ തനിക്കുള്ളത് സമാധാനമാകുന്ന സമ്മാനമാണ് എന്ന് ഈശോ ഇവിടെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെയും കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണങ്ങളുടെ ഭാഗമായി നൽകുന്നതാണ്. 14-ാം അധ്യായമൊക്കെ കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണങ്ങളുടെ ഭാഗമാണ്. പോകുന്നതിന് മുൻപ്, പിതാവിങ്കലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ സമാധാനം തന്നിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ധിതനായ ഈശോ തന്നെയാണ് സമാധാനമെന്ന് തിരിച്ചറിയുക. ക്രിസ്തുവിനോട് കൂടെയായിരിക്കുന്നവൻ സമാധാനത്തിൽ വസിക്കുന്നവനാണെന്നറിയുക. പൗലോസ്ലീഹായുടെ വീക്ഷണത്തിലും ഈശോ നമ്മുടെ സമാധാനമാണ്. അങ്ങനെയല്ലേ എഫേസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 14-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ആ വാക്യം സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായി സാധിക്കും. വചനം കൃത്യമായി നമ്മൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ഈശോ നമ്മുടെ സമാധാനമാണ്. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനമാണിത്. ആ വചനം പറയാണ് ഈശോ നമ്മുടെ സമാധാനമാണ്. അപ്പോൾ കർത്താവ് തന്നെയും നമ്മുടെ സമാധാനമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പൗലോസ്ലീഹ ഈ വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നത്. സമാധാനം കർത്താവിനോടുള്ള ഐക്യത്തിലാണ് യാഥാർത്ഥ്യമാകുന്നത്. ക്രിസ്തുവുമായി നീ ഐക്യത്തിലാകുക, സഹവസിക്കുക, അനുരഞ്ജനപ്പെടുക, ചേർന്നു നിൽക്കുക. പരസ്പര സഹവാസമാണ് സമാധാനത്തിൻ്റെ ഉറവിടം. അച്ചോ, ഒരു സമാധാനവും ഇല്ല അച്ചോ. ചിലരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, കൗൺസിലിങ്ങിനും വേണ്ടിയൊക്കെ വരുമ്പോൾ, അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, ഒരു സമാധാനവും ഇല്ല. എന്താണ് സമാധാനക്കേടിൻ്റെ കാരണം? കൂടെയുള്ള വ്യക്തിയുമായി അനുരഞ്ജനപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ സമാധാനക്കേടുണ്ടാകും, അസമാധാനം ഉണ്ടാകും. അത് ഭാര്യയ്ക്കാവട്ടെ, ഭർത്താവിനാകട്ടെ, മക്കൾക്കാകട്ടെ, മാതാപിതാക്കൾക്കാകട്ടെ, സഹോദരങ്ങൾക്കാകട്ടെ, സുഹൃത്തുക്കൾക്കാകട്ടെ, അയൽപക്കക്കാർക്കാകട്ടെ, കൂടെ ജീവിക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, അവർക്കൊക്കെയും സമാധാനം ലഭിക്കുന്നത് അനുരഞ്ജനപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ്. ഈ അനുരഞ്ജനം പാപമോചനം വഴി കർത്താവ് നൽകുന്ന കൃപയാണ്. ഇത് സ്വീകരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം സമാധാനത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ക്രിസ്തു നൽകുന്ന സമാധാനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ് യോഹന്നാൻ
14 അധ്യായത്തിൻ്റെ 27 തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നമ്മൾ അതിന് തുടർന്നുള്ള 2 വാക്യങ്ങൾ കാണാൻ പോവുകയാണ്. 28, 29 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 28, 29 2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആദ്യം, ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, 2 വാക്യങ്ങളാണ്. യോഹന്നാൻ 14 അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങളടങ്ങുന്ന ഈ പാസേജിന് ഞാൻ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാം, അത് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ദൈവഹിത നിർവഹണത്തിൽ സന്തോഷിക്കുക. എന്തിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? ദൈവഹിതം നിർവഹിക്കുന്നു എന്നതിൽ സന്തോഷിക്കാൻ വേണ്ടി സാധിക്കണം. ഇതാണ് അൾട്ടിമേറ്റ് സന്തോഷം എന്ന് പറയുക. പല കാര്യങ്ങളും വലിയ സന്തോഷം തരും, സമാധാനം തരും എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഈ കാലത്തുള്ള വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ, ഡ്രഗ്സിൻ്റെ ഉപയോഗം. ചിലരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താ? അച്ഛാ, കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നീ പറഞ്ഞ കാര്യം ശരിയാ, കുറച്ച് സമാധാനം കിട്ടാൻ. എത്ര നേരത്തേക്കുള്ള സമാധാനമാണത്? അതിൻ്റെ കെട്ട് അടങ്ങുന്നത് വരെ, കെട്ട് വിടുന്നത് വരെ, അങ്ങനല്ലേ പറയണേ. ലഹരി ഉപയോഗിച്ച് അതിൻ്റെ കെട്ട് വിടുന്നത് വരെയും ഒരു ഐഡിയൽ ലോകത്ത് ജീവിക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. അത് ആത്യന്തികമായി നിനക്ക് നിരന്തരമായി നിൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമാധാനമാണോ അത്? സത്യം പറഞ്ഞാൽ അത് സമാധാനം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു വിപത്താണ് ലഹരിയുടെ, മയക്കുമരുന്നിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം. അത് സ്കൂളുകൾ മുതൽ ആരംഭിക്കുന്നു എന്നുള്ളത് നമ്മളെ ഒത്തിരിയേറെ ദുഃഖിപ്പിക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊച്ചുനാളുകൾ മുതൽ തന്നെ കുട്ടികൾ ഇപ്രകാരമുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുമ്പോൾ അസ്വസ്ഥതകളുള്ള ലോകത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിനക്ക് ആത്യന്തികമായി സമാധാനം വേണമെങ്കിൽ ഇപ്രകാരമുള്ള ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ നിനക്ക് നൽകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയണം. ഇതൊരു പുകപടലം മാത്രമാണ്. നിന്നെ ഒരു പുകമറയ്ക്കകത്ത് നിർത്തുന്നു എന്നത് മാത്രമാണത്. അതുകൊണ്ട് തന്നെയും ഒരിക്കലും നമ്മൾ ഇപ്രകാരമുള്ള മദ്യത്തിനോ മയക്കുമരുന്നിനോ പുകവലിക്കോ ഇപ്രകാരമുള്ള ലഹരി പദാർത്ഥങ്ങളോ അടിമപ്പെടാതിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. കാരണം അതൊന്നും നമുക്ക് ആത്യന്തികമായ സമാധാനം നൽകുന്നവയല്ല. എത്രയോ മനുഷ്യരുടെ കണ്ണുനീര് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറയുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, നഷ്ടപ്പെടുത്തലുകളിലൂടെ കടന്നുപോയ മനുഷ്യരുടെ കണ്ണുനീര് കണ്ടിട്ടാണ് സഹോദരങ്ങൾ ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇതൊന്നും ശാശ്വതമായ സമാധാനം നൽകുന്നവയല്ല എന്ന് തിരിച്ചറിയുക. അസ്വസ്ഥതകൾ കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സാധാരണ പറയാറില്ലേ, ധനനഷ്ടവും മാനഹാനിയും, അല്ലേ? ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഇത് രണ്ടും സംഭവിക്കുന്നു. ധനനഷ്ടം ഒരു വശത്തുണ്ടാകുന്നു, മറുവശത്ത് മാനഹാനി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, നീ നിത്യമായി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ സന്തോഷിക്കാൻ, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നു എന്ന കാരണത്തിൽ സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈശോ 28, 29 വാക്യങ്ങളിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരാകണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? എൻ്റെ പശ്ചാത്തലം ഇതാണ്. തൻ്റെ വേർപാടിൽ ദുഃഖിതരും അസ്വസ്ഥരുമായ ശിഷ്യരോട് ഒരു പ്രവചനം എന്നോണം ഈശോ പറയുന്ന കാര്യമാണിത്. ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ളവർ അസ്വസ്ഥരാകുന്നു, അവർ ദുഃഖിതരാകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഈശോ അവരോട് പറയുന്നത്. ഈശോയോടുള്ള അവരുടെ മാനുഷികമായ അടുപ്പവും സ്നേഹവുമാണ് വേർപാടിൻ്റെ വേദന അവരിൽ ഉളവാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാനുഷികമായൊരു അടുപ്പമില്ലേ? നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിക്കുമ്പം നമുക്ക് സങ്കടം വരുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ കണ്ണുകൾ നിറയുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ കണ്ഠം ഇടറുന്നതിൻ്റെ കാരണം എന്താ? കൈകളും കാലുകൾക്കൊക്കെ വിറയലുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് അവരോട് സ്നേഹമുണ്ടായിരുന്നു, അവരെൻ്റെ കൂടെ ഇല്ലല്ലോ, മരിച്ചു പോയല്ലോ എന്ന സങ്കടമാണ് നമുക്കൊക്കെ മനസ്സിലുണ്ടാകുന്നത്. സങ്കടത്തിൻ്റെ കാരണം അവരെ നമ്മൾ സ്നേഹിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സ്നേഹമുണ്ടാകുമ്പോൾ തീർച്ചയായും അവരുടെ വിയോഗം, അവരുടെ വേർപാട് നമ്മളെ സങ്കടത്തിലാഴ്ത്തും. ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാർ തൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സങ്കടപ്പെടുന്നു, അസ്വസ്ഥരാകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ ആവർത്തിച്ച് പറയുന്ന വാക്യമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. 2 പ്രാവശ്യം ഈശോ അപ്രകാരം പറഞ്ഞതായി 14-ാം അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലും വചനം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ക്രിസ്തു നിങ്ങളുടെ സമാധാനമാണ് എന്ന് പറയുന്നതോടൊപ്പം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്നൊരു യാഥാർത്ഥ്യം ഇതാണ്. കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്വസ്ഥതയോടുകൂടെ സ്വച്ഛമായ സമാധാനപൂർവകമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മാനുഷികമായ ഈ ദുഃഖവും അസ്വസ്ഥതയും മറികടന്ന് സന്തോഷിക്കുവാൻ അവർക്ക് കഴിയണമെന്ന് ഈശോ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഞാൻ അച്ഛന്മാരെയോ സിസ്റ്റേഴ്സിനെയോ ഒക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ അവരോട് പറയാറുണ്ട്, ഈ വാർഷിക ധ്യാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മന്ത്ലി റിക്കളക്ഷൻ എന്ന് പറയും, മാസധ്യാനം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദീർഘകാലം പരിശീലനം സിദ്ധിച്ച വൈദികരായ സന്യസ്തരായ നിങ്ങളോട് പുതിയ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. പുതിയ കാര്യങ്ങൾ പറയാൻ അറിയാനും പാടില്ല. അറിയാവുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ചില കാര്യങ്ങൾ മറവിയുടെ മാറാപ്പിലേക്ക് സാവധാനം അങ്ങനെ മറവിയുടെ ചാരം മൂടിക്കിടക്കുന്നുണ്ടാകും. അതിനെ ഒന്ന് ഊതി തെളിക്കുക എന്നുള്ളതാണ്. നമുക്കിത് ആവശ്യമാണ്. ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. എന്താ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നേ? ഈ അസ്വസ്ഥതയും ദുഃഖവും ഒക്കെ മറികടന്ന് നിങ്ങൾ സന്തോഷിക്കണം. അതുകൊണ്ടാണ് സാധാരണ ഈ മരിച്ചടക്കിനുള്ള അനുസ്മരണ പ്രസംഗങ്ങൾ നടത്താറില്ലേ? അനുശോചന സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ മിക്കവാറും എല്ലാ വൈദികരും കാർമ്മികരും പറയാറുള്ള ഒരു വാക്യമാണ്, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ നിങ്ങൾ പ്രത്യാശയുള്ളവരാകണം. എന്തുകൊണ്ടാണ്? കർത്താവ് നൽകുന്ന ഈ സന്ദേശമാണ് അതിൻ്റെ കാരണം. നമ്മൾ ഇപ്രകാരം നിരാശപ്പെട്ട് കഴിയേണ്ടവരല്ലെന്നും ദൈവത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടവരാണ് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രകാരം ഒരു വചനം പറയുന്നത്. ഈ അസ്വസ്ഥതകളെയും ദുഃഖങ്ങളെയും മറികടന്ന് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ഒരു സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ വേർപാടിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഹിതം പൂർത്തിയാകുന്നു എന്നതാണ് നമ്മുടെ സന്തോഷത്തിന് അടിസ്ഥാനമായി ഈശോ പറഞ്ഞു തരുന്ന കാരണം. ഈശോയുടെ പീഡാനുഭവവും മരണവുമെല്ലാം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്ന് അവർ തിരിച്ചറിയണം, മനസ്സിലാക്കണമെന്ന് ഈശോ പറയുകയാണ്. അത് ആത്യന്തികമായി മഹത്വത്തിന് കാരണമാകും എന്ന വസ്തുതയും ഈശോ സൂചിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് 28-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈശോ പറയാണ്, ഞാൻ പോവുകയാണ്, എന്നാൽ ഞാൻ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങൾ ആരും അസ്വസ്ഥപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, സന്തോഷിക്കുവിൻ. സഹോദരങ്ങളെ, നമുക്ക് മരിച്ച ഈ ലോകത്തിൽ തീരാനുള്ളവരല്ല. എന്നാൽ മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഒന്നായി നിത്യം ജീവിക്കാനുള്ളവരാണ്. അതുകൊണ്ടാണ് ഈശോയുടെ വേർപാട് മാനുഷികമായി ദുഃഖമുളവാക്കുന്നതാണ് എങ്കിലും ആത്യന്തികമായി സന്തോഷമുള്ളതാകണമെന്ന് നമ്മളെ തിരുസഭാമാതാവ് ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊരു മരണത്തെക്കുറിച്ചുമുള്ള നമ്മുടെ മനസ്സിലാക്കലും ഇതുതന്നെയാണ്, പ്രബോധനവും ഇതുതന്നെയാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഇതിനെ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ദുഃഖിക്കാനും അസ്വസ്ഥപ്പെടാനും നിരവധി കാരണങ്ങളുണ്ടാകും. എന്നാൽ ഞാൻ എൻ്റെ ഈശോയോടു കൂടെയാണ് എന്ന ഒറ്റ കാരണം മതി നമുക്ക് സന്തോഷിക്കാൻ. അപ്രകാരം സന്തോഷമുള്ള ജീവിതം നയിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.